നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EWS എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ, ഇക്കോണമിക്കലി വീക്കർ സെക്ഷൻ. ആ EWS എലിജിബിലിറ്റി എന്താണെന്നാണ് ഇത്. പറയാൻ പോകുന്നത് RRB, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ NTPCയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് 32,000-ഓളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള നോട്ടിഫിക്കേഷനിൽ EWS എലിജിബിലിറ്റി എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഇൻകം ഇല്ലേ, നമ്മുടെ ഒരു വർഷത്തെ ഇൻകം 8 ലക്ഷത്തിന് താഴെ ഉള്ള ആൾക്കാരെയാണ് EWS ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു 8 ലക്ഷം ഇൻകം കൂടാതെ അവർ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു 3-4 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഈ 2023-24, ഇപ്പോൾ കറണ്ട്ലി 2025 അല്ലേ, 23-24 ഫിനാൻഷ്യൽ ഇയറിലുള്ള ഇൻകമാണ് 8 ലക്ഷത്തിന് താഴെ ആകണമെന്ന് പറയുന്നത്. 8 ലക്ഷത്തിന് താഴെ ആകണം. രണ്ടാമത്തെ ഒരു ഇത് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ ഇൻകമായിട്ടാണ് ഈ 8 ലക്ഷം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു അപ്പൻ, അമ്മ, മോൾ ഉള്ള വീടാണെങ്കിൽ എന്നിട്ട് മോനാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും ഇൻകം കൺസിഡർ ചെയ്യും. മോന് ഇൻകം ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യും. ഇപ്പോൾ മോളെന്ന് പറഞ്ഞ ആൾ 18 വയസ്സിന് താഴെയാണെങ്കിലാണ് ആ പുള്ളിക്കാരിയുടെ ഇൻകം കൂടി കൺസിഡർ ചെയ്യുക. അതായത് 18 വയസ്സിന് മേലിലുള്ള മക്കളുടെ ഇൻകം കൺസിഡർ ചെയ്യില്ല. ഇപ്പം ഞാനാണ് അപ്ലൈ ചെയ്യുന്നത്, എൻ്റെ സിബ്ലിങ് 18 വയസ്സിന് മേലെയാണെങ്കിൽ ആൾ ഇൻകം ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഫാമിലിയുടെ ഇൻകം, അതായത് അപ്പൻ, അമ്മ പ്ലസ് എൻ്റെ അപ്ലൈ ചെയ്യുന്ന ആളുടെ ഇൻകം 8 ലക്ഷത്തിന് താഴെ ആകണം എന്നുള്ള പോലെയാണ് ഉള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് 5 ഏക്കർ ലാൻഡ്, 5 ഏക്കർ ഭൂമിക്ക് മേലെയുള്ള ആൾക്കാർ എലിജിബിൾ ആയിരിക്കില്ല. പിന്നെ പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഉള്ള ആളാണെങ്കിൽ എലിജിബിൾ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഉണ്ടെങ്കിൽ, നമ്മുടെ വീട് 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കില്ല. പിന്നെ പറയണത് മുനിസിപ്പാലിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ 100 സ്ക്വയർ യാർഡും 200 സ്ക്വയർ യാർഡും ഉള്ള ആൾക്കാർ എലിജിബിൾ ആയിരിക്കില്ല. അതായത് 2 സെൻറ്റും 4.25 സെൻറ്റും ഭൂമി മതി മുനിസിപ്പാലിറ്റീസിൽ എലിജിബിലിറ്റി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയിൽ താഴെ ആനുവൽ ഇൻകം ആയിരിക്കണം. 1000 സ്ക്വയർ ഫീറ്റിന് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. 1000 സ്ക്വയർ ഫീറ്റ് ഓർ കൂടുതൽ ഉള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മുനിസിപ്പാലിറ്റി ഏരിയാസിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ 2 സെൻറ്റോ 4 സെൻറ്റോ ഭൂമി, അതായത് 2 സെൻറ്റ് ഭൂമി ഉണ്ടായാൽ തന്നെ എലിജിബിൾ ആയിരിക്കില്ല. ഇതാണ് EWS, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ. നമുക്ക് RRBയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഈ EWS നമ്മളാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കട്ട് ഓഫ്, EWSൻ്റെ കട്ട് ഓഫ് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ ജനറലിന് കട്ട് ഓഫ് ഇപ്പോൾ ഒരു 100-ൽ 75 മാർക്കാണെങ്കിൽ EWSൻ്റെ കട്ട് ഓഫ് ചിലപ്പോൾ അത് 60 മാർക്ക് മതിയായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ റാങ്ക് കൂടും, നമുക്ക് ജോലി കിട്ടാൻ കൂടുതൽ ചാൻസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം EWS ആണ് നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ EWS ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ, ജനറലായിട്ട് അപ്ലൈ ചെയ്യരുത്. പിന്നെ ഈ EWS ആകാൻ നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ നോട്ടിഫിക്കേഷനിൽ തന്നെ ഇവരൊരു ഫോം കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷയയിൽ പോയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. EWSൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസർ അത് അപ്രൂവ് ചെയ്യും. വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്യണ സമയത്ത് എന്നിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകണം. അതായത് അക്ഷയയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ്ലി വില്ലേജ് ഓഫീസിൽ ചെല്ലാം. ഈ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ്, പേര്, അപ്പൻ്റെ അമ്മയുടെയും പേര്, നമ്മുടെ വില്ലേജ് ഏതാണ്, പോസ്റ്റ് ഓഫീസ് ഏതാണ്, നമ്മുടെ പിൻകോഡ് അടിക്കുക, ജില്ല, അതെല്ലാം അടിച്ചിട്ട് നമ്മൾ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഈ ഒരു ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുവാണെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റും നമ്മുടെ EWS ആണെന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. അടുത്ത് നമുക്ക് പോകാൻ പറ്റിയത് വില്ലേജ് ഓഫീസാണ്. വില്ലേജ് ഓഫീസർ നമുക്കിത് കറക്റ്റായിട്ട് ശരിയാക്കി തരും. അപ്പോൾ ഈ ഒരു PDF ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.